തെലങ്കാനയിലെ കരീം നഗറിലുള്ളവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് മരത്തിന് മുകളിൽ കയറിയിരിക്കുന്ന ഒരു കരടിയെയാണ്. നാട്ടിലിറങ്ങി ആകെ പെട്ടുപോയതാണ് പുള്ളി. താഴെ ഇറങ്ങിയാൽ ഒന്നെങ്കിൽ തെരുവ് നായ്ക്കൾ ഓടിക്കും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാമെന്ന് വെച്ചാലോ റോഡിലാകെ തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങളാണ് താനും. കെ ബി ശ്രീധരനാണ് നമ്മുടെ കൂടെയുള്ളത്. ശ്രീധരൻ, പാവം പെട്ടുപോയതാണല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ കരടിയെ താഴെ ഇറക്കാനുള്ള അല്ലെങ്കിൽ കാട്ടിലേക്കൊക്കെ വിടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഉയരത്തിൽ കയറിയിരിക്കുകയല്ലേ, എങ്ങനെ താഴെ ഇറക്കും? മാത്രമല്ല, നാട്ടിലിറങ്ങിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? പൂജ, ഇപ്പോൾ നമ്മൾ ഈ തണ്ണീർക്കൊമ്പൻ്റെ ഒരു വിഹാരം കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ തത്സമയ റിപ്പോർട്ടിലൊക്കെ അത് ചർച്ച ചെയ്താണ്. ഇപ്പോൾ ഏതായാലും തെലങ്കാനയിലെ കരീംനഗറിലെ മനക്കൊണ്ടൂർ എന്നുള്ള പട്ടണത്തിലാണ് ഇങ്ങനെ കരടി ഇറങ്ങിയത്. ഈ പട്ടണം ഒരു മല കുന്നുകളോട് ചേർന്നുള്ള പ്രദേശത്താണ്. കുന്നിറങ്ങിയാണ് ഇന്ന് പുലർച്ചെ ഈ കരടി നാട്ടിലെത്തിയത്. ഏതായാലും നാട്ടിൽ ഇന്ന് പുലർച്ചയോടുകൂടി എത്തിയെന്നാണ് കരുതപ്പെടുന്നത്. ആ സമയത്ത് നിറച്ച് തെരുവ് നായ്ക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഈ തെരുവ് നായ്ക്കൾ ഈ കരടിയെ ഓടിച്ചു. പ്രാണരക്ഷാർത്ഥം ഇത് കടികിട്ടാതിരിക്കാൻ പെട്ടെന്ന് കണ്ടൊരു മരത്തിന് മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും രാവിലെയായി, നേരം പുലർന്നു. ഇതോടുകൂടി തന്നെ താഴെ റോഡിലൂടെ നിറച്ച് വണ്ടികളായി. അപ്പോൾ താഴത്ത് പട്ടികളും ഉണ്ട്, വണ്ടികളും ഉണ്ട്. ഇത് എങ്ങനെ ഇറങ്ങുമെന്നുള്ളത് ഒരു കൺഫ്യൂഷനിൽ കരടി അവിടെ പെട്ടുപോവുകയായിരുന്നു. ഏതായാലും സമീപവാസികളാണ് ഈ കരടിയെ ആദ്യം കാണുന്നത്. ഇത് താഴ്ത്തിറങ്ങിയാൽ ഒരുപക്ഷെ ആളുകളെ ഉപദ്രവിക്കുകയോ പരിഭ്രാന്തി ഓടുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളെടുത്താണ് ഈ കരടിയെ പിടികൂടുകയും അതിനെ താഴെ ഇറക്കി അതിനെ പിടികൂടി ഇപ്പോൾ സമീപത്തുള്ള കാട്ടിലേക്ക് അയച്ച് തുറന്ന് വിട്ടിട്ടുമുണ്ട്. ഏതായാലും ഈ നാട്ടിൽ ഇറങ്ങി ആർക്കും ആശാൻ ഒരു പണിയൊന്നും വെച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള. അങ്ങനെ രണ്ട് കാര്യത്തിൽ ആശ്വാസമുണ്ട്. ഒന്ന്, നാട്ടിലിറങ്ങിയതിന് ശേഷം വലിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക? അതിനു മുൻപ് പിന്നെ മരത്തിൽ കയറേണ്ട ഒരു ഗതികേട് വന്നല്ലോ. എന്തായാലും ആളിനെ താഴെ ഇറക്കിയിട്ടുണ്ട്, കാട്ടിലേക്ക് വിടുകയും ചെയ്തിട്ടുണ്ട്. ശരി ശ്രീധര.